ശബരിമല സ്വർണ്ണപ്പാളി കേസ് സർക്കാരിലേക്ക് എത്തിയോ? മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ 3 മണിക്കൂർ SITക്ക് മുന്നിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അന്വേഷണം സർക്കാരിലെത്തി എന്നല്ലേ അർത്ഥം? ഇതുവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഉദ്യോഗസ്ഥരും മാത്രമായിരുന്നു കേസിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തിയതിനെ എങ്ങനെ കാണണം? പാളികളിൽ സ്വർണം പൂശാനുള്ള അനുമതിക്കായി മന്ത്രിയെയും ഉണ്ണികൃഷ്ണൻ പൊറ്റി സമീപിച്ചു എന്ന് മൊഴി നൽകിയത് മുൻ പ്രസിഡന്റ് A. പത്മകുമാറാണ്. ഈ മൊഴിയാണ് കടകംപള്ളി സുരേന്ദ്രനെ SITയുടെ മുന്നിൽ എത്തിച്ചത്. അങ്ങനെ ആവശ്യപ്പെടുകയോ കത്ത് നൽകുകയോ ചെയ്തിട്ടില്ലെന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി. മന്ത്രിയുടെയോ MLAയുടെയോ ഓഫീസിൽ പോറ്റി വന്നിട്ടില്ലെന്നും ശബരിമലയിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നുമാണ് മൊഴി. പോറ്റിയുമായി ഒന്നിച്ചിരിക്കുന്ന ചിത്രം ബംഗളൂരു മലയാള സമാജ പരിപാടിക്ക് പോയപ്പോൾ ഉള്ളതാണെന്നുമാണ് കടകംപള്ളി പറയുന്നത്. തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് വീട് വെച്ചു കൊടുക്കുന്ന പരിപാടിയിലും ഉണ്ണികൃഷ്ണൻ പൊറ്റി പങ്കെടുത്തിരുന്നു. ഇത്രയുമാണ് നിലവിൽ മുൻ മന്ത്രിയെയും പോറ്റിയെയും ബന്ധിപ്പിക്കാനുള്ള മൊഴികളും തെളിവുകളും ഉള്ളത്. സ്വർണം പൂശുന്ന ആവശ്യത്തിനായി ഉണ്ണികൃഷ്ണൻ പൊറ്റി മന്ത്രിയെ സമീപിച്ചിരുന്നു എന്നത് ഇനിയും തെളിയിക്കപ്പെടണം. മന്ത്രി അതനുസരിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ഉദ്യോഗസ്ഥർക്കോ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അതും ഗുരുതരമാണ്. നിലവിൽ അത്തരം തെളിവുകൾ പുറത്തു വന്നിട്ടില്ല. മുൻ മന്ത്രിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് മാത്രമാണ് ഇപ്പോൾ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതുവരെ സർക്കാരിലേക്ക് കേസ് എത്തിയിരുന്നില്ല എന്ന് വാദിക്കാമായിരുന്നെങ്കിൽ ഇനി അതിന് സാധിക്കില്ല. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. സ്വർണ്ണപ്പാളിയും മുൻ മന്ത്രി. പ്രതികളെ ചോദ്യം ചെയ്യും, സാക്ഷികളുടെ മൊഴിയെടുക്കും. ഇതാണ് കേസുകളെ കുറിച്ചുണ്ടായിരിക്കുന്ന പൊതുബോധം. അങ്ങനെയെങ്കിൽ മുൻ മന്ത്രിയും ഇപ്പോൾ MLAയുമായ കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുക്കുകയാണോ അതോ ചോദ്യം ചെയ്യുകയാണോ SIT ചെയ്തത്? രണ്ട് പ്രക്രിയയിലും ചോദ്യങ്ങളാണ് അന്വേഷണ സംഘം ഉന്നയിക്കുക. അവർ നൽകുന്ന മറുപടികളാണ് രേഖപ്പെടുത്തുക. എങ്കിലും റിപ്പോർട്ടിംഗിലും രേഖകളിലും 2 വിധത്തിലാണ് എഴുതുക. പ്രതിയെ ചോദ്യം ചെയ്തെന്നും സാക്ഷിയുടെ മൊഴിയെടുത്തു എന്നും പറഞ്ഞാണ് ശീലം. ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ കുറ്റാരോപിതനാണോ എന്ന് ചോദിച്ചാൽ ആണ്, സാക്ഷി മാത്രമാണോ എന്ന് ചോദിച്ചാലും ആണ് എന്നാണ് ഉത്തരം. കുറ്റാരോപിതനാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയാൻ കാരണമുണ്ട്. മന്ത്രിയെയും ഉണ്ണികൃഷ്ണൻ പൊറ്റി സമീപിച്ചു എന്നാണ് A. പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നത്. താൻ കുറ്റക്കാരനാണെങ്കിൽ മന്ത്രിയും അതെ എന്നാണ് ആ ഉത്തരത്തിന്റെ ധ്വനി. അതേസമയം ഉണ്ണികൃഷ്ണൻ പൊറ്റി മന്ത്രിയെ സമീപിച്ചതിനും മന്ത്രി അതനുസരിച്ച് എന്തെങ്കിലും ഇടപെടൽ നടത്തിയതിനും ഇപ്പോൾ മൊഴികളോ തെളിവുകളോ ഇല്ല. കുറ്റം ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയാണ്. സ്വർണ്ണപ്പാളികൾ പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പാണെന്ന് വരുത്തി തീർത്ത് കൊണ്ടുപോയി എന്നതാണ് ആ കുറ്റം. അത് ചെമ്പാണെന്ന് രേഖകളിൽ എഴുതിയതിനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും കമ്മീഷണറും കൂട്ടുപ്രതികളാകുന്നത്. ഇങ്ങനെ കൊണ്ടുപോകാൻ മന്ത്രിയും അന്ന് ഏതെങ്കിലും വിധത്തിൽ ഇടപെട്ടോ എന്ന് ഇനിയും തെളിയിക്കപ്പെടണം. കോടതികളിൽ നൽകിയ രേഖകളിലോ അന്വേഷണ സംഘം പുറത്തുവിട്ട വിവരങ്ങളിലോ ഇതുവരെ അങ്ങനെയൊന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ PS പ്രശാന്തിന്റെ കാര്യത്തിലോ? 1999 സ്വർണം പൊതിയുകയും 2019 സ്വർണം പൂശുകയും ചെയ്ത ദ്വാരപാലക ശില്പങ്ങൾ 2025 വീണ്ടും കൊണ്ടുപോയതാണ് PS പ്രശാന്തിനെ വിളിച്ചു വരുത്താൻ കാരണം. നിറം മങ്ങി എന്ന പരാതി വന്നപ്പോൾ വീണ്ടും സ്വർണം പൂശി എന്നാണ് മൊഴി. പക്ഷേ ഹൈക്കോടതി പ്രതിനിധിയെ അറിയിക്കാതെ അത് ചെയ്തതാണ് സംശയത്തിന് കാരണം. 2019 നിന്നും വ്യത്യസ്തമായി ഇത്തവണ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ തന്നെയാണ് ചെന്നൈയിൽ പാളികൾ എത്തിച്ചത്. സ്വർണം പൂശിയ ശേഷം ഏറ്റുവാങ്ങി മടക്കിക്കൊണ്ടുവന്നതും ദേവസ്വം ബോർഡ് പ്രതിനിധികൾ തന്നെയാണ്. എന്നാൽ 2019 ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കൈവശം കൊടുത്തുവിടുകയായിരുന്നു. ശബരിമലയിൽ നിന്ന് ഏറ്റുവാങ്ങി 1 മാസത്തിന് ശേഷമാണ് അവ സ്വർണം പൂശാൻ എത്തിക്കുന്നത്. ഇതാണ് 2019 ഇനിയും ചുരുളഴിയാത്ത ദുരൂഹത. കേസിൽ ഇത്രയും ദുരൂഹത ഉള്ളതുകൊണ്ടാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തിയത്. കേസിൽ CPIM അംഗങ്ങളും പ്രതിനിധികളുമായ 3 പേർ അറസ്റ്റിലായി. A. പത്മകുമാർ, N. വിജയകുമാർ, N. വാസു എന്നിവരാണ് റിമാൻഡിൽ കഴിയുന്നത്. അതിനു പുറമെയാണ് കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തിയത്. കേസ് ഇപ്പോൾ സർക്കാർ ഉത്തരം പറയേണ്ട നിലയിലെത്തിയെന്ന് പ്രതിപക്ഷം പറയുന്നത് ഇക്കാരണങ്ങളാലാണ്. ഇതോടൊപ്പം സമാന്തരമായി മറ്റൊന്നുകൂടി സംഭവിക്കുന്നുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ മൊഴി അനുസരിച്ചാണ് കേസ് D. മണിയിലേക്ക് എത്തിയത്. D. മണി, ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ എന്നിവരെ SIT വിളിച്ചു വരുത്തിയത് രമേശ് ചെന്നിത്തലയും വ്യവസായം നൽകിയ മൊഴിയടിസ്ഥാനമാക്കിയാണ്. എന്നാൽ ശബരിമലയുമായി ഒരു ബന്ധവുമില്ലെന്നാണ് ഇവരുടെ മൊഴി. ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹങ്ങൾ ഇവർ വഴി കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നാണ് വ്യവസായി നൽകിയ മൊഴി. ആ സംശയത്തിലാണ് ഇവരെ സുദീർഘമായി ചോദ്യം ചെയ്തെങ്കിലും അതിനുള്ള തെളിവുകളൊന്നും ഇവരിൽ നിന്ന് ലഭിച്ചില്ല. കേസുമായി ഒരു ബന്ധവുമില്ലെന്ന് ആവർത്തിക്കുകയായിരുന്നു 3 പേരും. പുരാവസ്തുവായി ശബരിമലയിലെ വിഗ്രഹങ്ങൾ വിൽക്കാനുള്ള സാധ്യത ഇല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്.
ശബരിമലയിലെ പല വിഗ്രഹങ്ങൾക്കും നിർമ്മിതികൾക്കും പരമാവധി 7 പതിറ്റാണ്ടിന്റെ പഴക്കം മാത്രമാണ് ഉള്ളത്. എല്ലാം 1950-ലെ തീപിടുത്തത്തിന് ശേഷം നിർമ്മിച്ചവയാണ്. പുരാവസ്തു എന്ന നിലയിൽ അതുകൊണ്ട് തന്നെ വിൽപ്പന സാധ്യതയില്ല. ശബരിമലയിൽ ഉപയോഗിച്ചിരുന്നത് എന്ന നിലയിൽ വിശ്വാസികൾ ആരെങ്കിലും വാങ്ങാനുള്ള സാധ്യതയാണ് പിന്നെയുള്ളത്. വിവരം പുറത്തായാൽ ഏത് സമയത്തും കുടുങ്ങാം എന്നതിനാൽ വാങ്ങുന്നവർ മടിക്കും. ശബരിമലയിലെ വിഗ്രഹങ്ങൾ എന്ന നിലയിൽ വിദേശികൾ വാങ്ങാനുള്ള സാധ്യതയും തുലോം കുറവാണെന്നാണ് നിഗമനം. തിരുവാഭരണ പെട്ടിയിലുള്ളവ ശബരിമലയിൽ സൂക്ഷിക്കുന്നവയും അല്ല. ശബരിമലയിൽ നിന്ന് അവ അടിച്ചു മാറ്റാനും കഴിയില്ല. തങ്കയങ്കിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഉള്ളത്. ശബരിമലയിൽ നിന്ന് ഏതെങ്കിലും വിഗ്രഹം നഷ്ടപ്പെട്ടതായി നിലവിൽ വിവരമില്ല. ഇനി പകർപ്പെടുത്ത ശേഷം ഒറിജിനൽ കൊണ്ടുപോയാലും അതിന്റെ മൂല്യത്തിലാണ് വിദഗ്ധർ സംശയം പ്രകടിപ്പിക്കുന്നത്. സാധാരണ നൂറ്റാണ്ടുകൾ പഴകിയവയ്ക്കാണ് വലിയ വില ലഭിക്കുന്നത്. സ്വർണ്ണപ്പാളി കേസിൽ ഇപ്പോഴും ഒരുപാട് ദുരൂഹതകൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേസ് ഒരിടത്തും എത്തിയിട്ടില്ല എന്നു പറയുന്നത്. ചെമ്പാണ് എന്ന് എഴുതി ചേർത്ത് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് എന്തിന് എന്നതിന് ഇനിയും ഉത്തരമായിട്ടില്ല. സ്വർണം എന്ന് എഴുതിയാൽ ശബരിമലയിൽ നിന്ന് അവ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ബോധ്യമായതിനാൽ മാത്രം ചെയ്തതാണോ? ചെമ്പുപാളികളിൽ പൊതിഞ്ഞ സ്വർണം എന്തു ചെയ്തു? അവ ആരാണ് ഉരുക്കിയെടുത്തത്? ആ സ്വർണം ആര് സ്വന്തമാക്കി? അതിന് എത്ര വില കിട്ടി? ആ കിട്ടിയ വില ഉണ്ണികൃഷ്ണൻ പോറ്റി പോക്കറ്റിലാക്കിയോ? അതോ അതിന്റെ വിഹിതം ഉദ്യോഗസ്ഥരിലേക്കും ഉന്നതരിലേക്കും എത്തിയോ? ഉണ്ണികൃഷ്ണൻ പോറ്റി കയ്യിൽ സ്വർണം ബാക്കിയുണ്ട് എന്ന് എൻ വാസുവിന് കത്ത് നൽകി അറിയിച്ചത് എന്തിനു വേണ്ടിയാണ്? ആ സ്വർണം എങ്ങനെയാണ് ബാക്കി വന്നത്? ആ ബാക്കി വന്ന സ്വർണം പിന്നീട് എന്തു ചെയ്തു? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഇത്രയും സ്വാധീനം വന്നത് എങ്ങനെയാണ്? തന്ത്രിയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ അവതരിപ്പിച്ചത്? തന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏത് വിധത്തിലുള്ള ബന്ധമാണുള്ളത്? മന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റി സമീപിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മന്ത്രി സംഭവത്തിൽ എന്തെങ്കിലും തരത്തിൽ ഇടപെട്ടോ? മന്ത്രിയുടെ കൂടി അനുമതിയോടെയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം പാളികൾ കൊടുത്തുവിട്ടത്? ശബരിമലയിലെ വിഗ്രഹങ്ങൾ ഏതെങ്കിലും നഷ്ടപ്പെടുകയോ പകർപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ഡി മണിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ഇടപാട് എന്താണ്? അത് ശബരിമല വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ളതായിരുന്നു. ഈ കേസിൽ ഇങ്ങനെ ഉത്തരം കിട്ടേണ്ട അനേകം ചോദ്യങ്ങൾ ഇനിയുമുണ്ട്. അവയുടെ വിവരങ്ങൾ ജനങ്ങൾ അറിയുക തന്നെ വേണം. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം.